ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് അവധിയായിരുന്നു. ഡിസാസ്റ്റർ റിക്കവറി സൈറ്റിന്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച നടത്തിയ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 22,500 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. PSU സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ബെൽ, IRFC, സെയിൽ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷമാണ് വന്നത്. ഈ കമ്പനികളിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ PI ഇൻഡസ്ട്രീസ്, ഹിറ്റാച്ചി, മഹാരാഷ്ട്ര സീംലെസ്, എയ്തർ ഇൻഡസ്ട്രീസ്, ഷീല ഫോം, ഗാലക്സി സർഫക്റ്റൻസ്, ലക്ഷ്മി ഓർഗാനിക്സ്, അരവിന്ദ് ഫാഷൻ, ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ്, വിഎടെക്, വബാക്, ഡോളർ ഇൻഡസ്ട്രീസ്, ഫിം ഇൻഡസ്ട്രീസ്, മയൂർ, യൂണിക്കോട്ടേഴ്സ്, ആക്ഷൻ കൺസ്ട്രക്ഷൻ എന്നീ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ആംബർ എൻ്റർപ്രൈസസ്. ഡിക്സൺ ടെക്നോളജിക്ക് സമാനമായ ബിസിനസ് മോഡലുള്ള കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം ഡിക്സൺ ടെക്നോളജിയിൽ ഒരു ബ്രേക്കൗട്ട് കാണാൻ സാധിക്കുകയും സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ആംബർ എൻ്റർപ്രൈസസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഡിക്സൺ ടെക്നോളജിയോളം മികച്ചതല്ല. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8.4% ഇടിഞ്ഞ് 99 കോടിയായി മാറി. റവന്യൂ 6.6% ഇടിഞ്ഞ് 2,805 കോടിയായി മാറി. എബിറ്റ 9% ഉയർന്ന് 222 കോടിയും എബിറ്റ മാർജിൻ 6.8%-ൽ നിന്നും 7.9%-ലേക്ക് ഉയരുകയും ചെയ്തു. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും നെറ്റ് പ്രോഫിറ്റും ഉയർന്നെങ്കിലും കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ നെറ്റ് NPA 0.17-ൽ നിന്നും 0.28-ലേക്ക് ഉയരുകയും ഗ്രോസ് NPA 2.18-ൽ നിന്നും 2.23-ലേക്ക് ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ₹1.50 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 6.5% ഉയർന്ന് 330 കോടിയായി ഉയരുകയും കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 26% വർദ്ധിച്ച് 934 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. കെമിക്കൽ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അനുപം രസായനിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 44% ഇടിഞ്ഞ് 40 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ 16.5% ഇടിഞ്ഞ് 401 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 21% ഇടിഞ്ഞ് 93 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 24.4%-ൽ നിന്നും 23.1%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഡിഫൻസ് PSU കമ്പനികൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഡാറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും അത് മനസ്സിലാകും. ഡാറ്റ പാറ്റേണിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 28.4% വർദ്ധിച്ച് 71 കോടിയായി മാറി. റവന്യൂ 1.5% ഇടിഞ്ഞ് 182 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ 26.8% രേഖപ്പെടുത്തി, അല്ലെങ്കിൽ 26.8% ഉയർന്ന് 93 കോടിയായി മാറുകയും എബിറ്റ മാർജിൻ 39.6%-ൽ നിന്നും 51%-ആയി മെച്ചപ്പെടുകയും ചെയ്തു. ഡാറ്റ പാറ്റേൺ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹6.50 പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രൈഡൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. ട്രൈഡൻറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 54.8% ഇടിഞ്ഞ് 59 കോടിയായി മാറി. റവന്യൂ 6.9% വർദ്ധിച്ച് 1,682 കോടിയായി ഉയർന്നു. എബിറ്റ 24.2% ഇടിഞ്ഞ് 202 കോടിയും എബിറ്റ മാർജിൻ 16.9%-ൽ നിന്നും 12%-ലേക്ക് ചുരുങ്ങുകയും ചെയ്തു. പൈപ്പ് സെക്ടറിലെ അപ്പോളോ പൈപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും അത്ര മികച്ചതല്ല. നെറ്റ് പ്രോഫിറ്റ് 57% ഇടിഞ്ഞ് 6.5 കോടിയായി മാറി. റവന്യൂ 2.8% ഇടിഞ്ഞ് 245 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ 18% ഇടിഞ്ഞ് 24 കോടിയും എബിറ്റ മാർജിൻ 11.5%-ൽ നിന്നും 9.7%-ലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ആസ്ട്രൽ പൈപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും പ്രിൻസ് പൈപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും ഈ കമ്പനികളുടെയൊക്കെ ക്വാർട്ടർലി റിസൾട്ടിൽ, അതായത് എൻ്റയർ പൈപ്പ് സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് മോശമായിട്ടുണ്ട്. ഓയിൽ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ₹3.75 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓയിൽ ഇന്ത്യയുടെ പ്രോഫിറ്റ് മാർജിൻ 39.6%-ൽ നിന്നും 42.3%-ലേക്ക് ഉയർന്നു. എബിറ്റ 11% വർദ്ധിച്ച് 2,336 കോടിയായി മാറി. റവന്യൂ 1% ഇടിഞ്ഞ് 5,527 കോടിയും നെറ്റ് പ്രോഫിറ്റ് 28% വർദ്ധിച്ച് 2,029 കോടിയുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. IRFCയുടെ ടോട്ടൽ ഇൻകം 5% വർദ്ധിച്ച് 6,473 കോടിയായി മാറി. നെറ്റ് പ്രോഫിറ്റ് 34% വർദ്ധിച്ച് 1,717 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെല്ലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 1,797 കോടിയും റവന്യൂ 32% വർദ്ധിച്ച് 8,564 കോടിയുമായി രേഖപ്പെടുത്തി. എബിറ്റയിൽ 25% വർധനവും എബിറ്റ മാർജിൻ 28.3%-ൽ നിന്നും 26.7%-ലേക്ക് ചുരുങ്ങുകയും ചെയ്തു.
സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 17% വർദ്ധിച്ച് 285 കോടിയായി മാറി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 12% വർദ്ധിച്ച് 547 കോടിയായി മാറി. നെറ്റ് NPA 2.19% നിന്നും 1.97% ചുരുങ്ങി. അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഗ്രോസ് NPA 4.47% നിന്നും 3.9% ചുരുങ്ങി. വേൾപൂളിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ വേൾപൂളിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 79 കോടിയായി മാറി. റവന്യൂ 3.6% വർദ്ധിച്ച് 1734 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ 36% വർദ്ധിച്ച് 144 കോടിയും എബിറ്റ മാർജിൻ 6.3% നിന്നും 8.3% ഉയരുകയും ചെയ്തു. വേൾപൂൾ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിവേണി എഞ്ചിനീയറിംഗിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 15.4% ഇടിഞ്ഞ് 161 കോടിയായി രേഖപ്പെടുത്തി. റവന്യൂ 15% ഇടിഞ്ഞ് 1548 കോടിയായി മാറുകയും എബിറ്റ 6.7% ഇടിഞ്ഞ് 246 കോടിയായി മാറുകയും എബിറ്റ മാർജിൻ 14.5% നിന്നും 15.9% ഉയരുകയും ചെയ്തു. PSU സെക്ടറിൽ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് സെയിലാണ്. സെയിലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 2.8% ഇടിഞ്ഞ് 1126 കോടിയായി മാറി. റവന്യൂ 4% ഇടിഞ്ഞ് 27,988 കോടിയായി മാറുകയും എബിറ്റ 19% വർദ്ധിച്ച് 3,482 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 10% നിന്നും 12% ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന മറ്റ് ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് IRFC. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ 50,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ബോണ്ട് വഴിയാണ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഫണ്ട് റൈസ് ചെയ്യാനുള്ള തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചു. RVNL എന്ന കമ്പനിക്ക് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 148 കോടി രൂപയുടെ ഓർഡർ അല്ലെങ്കിൽ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് RVNL എന്ന സ്റ്റോക്കിനെയും വരും ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഓയിൽ ഇന്ത്യ എന്ന കമ്പനി ബോണസ് പ്രഖ്യാപനം നടത്തി. 1:2 എന്ന റേഷ്യോയിലാണ് ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂലൈ 2 ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ്. കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓയിൽ ഇന്ത്യ എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ജൂപ്പിറ്റർ വാഗൺ എന്ന റെയിൽവേ സെക്ടറിലെ മറ്റൊരു സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. 135 കോടി രൂപയുടെ ഫണ്ട് കമ്പനി കൺവെർട്ടബിൾ വാറൻറ്റ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കാവുന്ന റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഗോദ്രേജ് പ്രോജക്റ്റ്. ഗോദ്രേജ് പ്രോജക്റ്റ് ഏകദേശം 21,000 കോടി രൂപയുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. HFCL എന്ന കമ്പനി അതിൻ്റെ നെതർലാൻഡ് ബേസ്ഡ് സബ്സിഡറിയുടെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ടാറ്റ സ്റ്റീലും നാഷണൽ ഗ്രിഡുമായി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപപ്പെടുത്തുകയും പോർട്ട് ടാൽബോട്ടിന് ആവശ്യമായ ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെയാണെന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. റെയിൽവേ സെക്ടറിൽ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് റൈറ്റ്സ് ആണ്. ബംഗ്ലാദേശ് റെയിൽവേക്ക് വേണ്ടി 200 പാസഞ്ചർ കോച്ച് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ്സ് എന്ന കമ്പനിക്ക് 915 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ദീപക് നൈട്രേറ്റ് 7 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആനന്ദ് റാഠിയുടെ ബൈബാക്ക് റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നു. ജൂൺ 3 ബൈബാക്ക് റെക്കോർഡ് ഡേറ്റ്. കൽപ്പത്താരു പ്രോജക്റ്റ് എന്ന കമ്പനി സൗദി അരാംകോയുമായി സഹകരിച്ച് മാസ്റ്റർ ഗ്യാസ് സിസ്റ്റം നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി 7,550 കോടി രൂപയുടെ പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്